ഹായ് നമസ്കാരം, ഞാൻ ജോസഫ്. എൻ്റെ വീട്ടിൽ 2 ജോലിക്കാരുണ്ട്. ഒരാൾ കാര്യസ്ഥൻ ബഹ്കേമൻ, മറ്റേയാൾ ദാമു, ഒരു പ്രയോജനവുമില്ല. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അവന് 1000 രൂപ ശമ്പളം കൂട്ടിക്കൊടുക്കണം. കാര്യസ്ഥനാണെങ്കിൽ 8000 രൂപ ശമ്പളമുണ്ട്. ഇവനാണ് എല്ലാ ജോലിക്കും ഓടുന്നത്, എന്നിട്ടും 5000 രൂപയേ ഉള്ളൂ. അപ്പോൾ അതുവഴി കുറേ കാളവണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ആ കാളവണ്ടിക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കും, ഇത് എങ്ങോട്ട് പോവുകയാണ്. അവൻ ഓടിപ്പോയി ചോദിച്ചിട്ട് വന്നു. തിരുവനന്തപുരം സിറ്റിയിലോട്ട് പോവാം. എവിടുന്ന് വരുന്നു? അത് ഞാനിപ്പോൾ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ വീണ്ടും പോയി ചോദിച്ചിട്ട് വന്നു. നെടുമങ്ങാടുന്ന് വരിക. അതിനകത്ത് എന്താണ്? അവൻ പറഞ്ഞു, ഞാനിപ്പോൾ പോയി ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് പോയി ചോദിച്ചിട്ട് വന്നു. അരിയാണ് അതിനകത്ത്. അപ്പോൾ ഓരോ കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അവൻ പോയി ചോദിച്ചിട്ട് വരണം. അപ്പോഴാണ് കാര്യസ്ഥനെ ഞാൻ വിളിച്ചിട്ട് കാര്യസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, എടോ താൻ അയാളുടെ അടുത്ത് പോയി ചോദിക്കുക, ഇതെന്താണ് ഇവിടെ നെടുമങ്ങാട് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കാര്യം, അവിടെ വിറ്റുകൂടെ, എന്താണ് കാര്യങ്ങളൊക്കെ, ഏത് തരം അരിയാണ്, എന്താണ് വില എന്നൊക്കെ ചോദിക്കണം. അവൻ പോയി ചോദിച്ചിട്ട് വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ദാമുവിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇതാണ് നിനക്കും അവനും ശമ്പളം കൂടുതലും കുറയാനും കാരണം. നീ ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 100,000 പ്രാവശ്യം ഓടണം, അല്ലേ? മറ്റേ പുള്ളി കണ്ടോ, കാര്യസ്ഥനാണെങ്കിൽ ഒറ്റ ഓട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് വന്നു. ഇതാണ് നീയും അയാളും തമ്മിലുള്ള വ്യത്യാസം. നീ കടന്ന് മല മറിക്കും, ഒരു പ്രയോജനവുമില്ല. അയാളാണെങ്കിൽ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് എല്ലാം പറയും. ഇപ്പം മനസ്സിലായോ? ജോലി ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഹായ് നമസ്കാരം, ഞാൻ ജോസഫ്. 18 വർഷമായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്നു. 18 വർഷമായിട്ട് സിനിമ, സീരിയൽ, നാടക പ്രവർത്തകനാണ്. താങ്ക് യു.